ചെയ്ത നന്മകൾ തന്നിടുന്ന സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രഭു 7 വൻകരകളിൽ ഒന്നായ ഏഷ്യ വൻകരയിലെ പല രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലൊന്നായ കേരളത്തിലെ പല ജില്ലകളിലൊന്നായ വയനാട്ടിലെ ഒരു കൊച്ചു ഗ്രാമമായ വരദൂർ എന്ന ദേശത്ത് സൃഷ്ടാവായ ദൈവത്തിന്റെ സാക്ഷ്യമായി, സൃഷ്ടാവായ ദൈവത്തിന്റെ ഡിസ്പ്ലേ ആയി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ടീം ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത് സൃഷ്ടാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി എന്തെന്ന് നിങ്ങളെ അറിയിക്കുവാനാണ്. നാളെ ഞങ്ങളത് കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയുവാൻ ഒരുവനും ഇടയാകരുത്. വിശുദ്ധ വേദ പുസ്തകം അതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ പുസ്തകമല്ല. വിശുദ്ധ ബൈബിൾ അത് മാനവരാശിക്ക് ദൈവം തരുന്ന സ്നേഹ സന്ദേശമാണ്, സ്നേഹലേഖനമാണ്. അതിൽ പുതിയ ഉടമ്പടി ഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിലെല്ലായിടവും അറിയിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കും. എന്താണ് രാജ്യത്വത്തിന്റെ സുവിശേഷം? ആരാണിത് പ്രസംഗിച്ചത്? ആരാണ് ഈ സന്ദേശം നമുക്ക് തരുന്നത്? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉടയവനായ സൃഷ്ടാവായ ദൈവമാണ്, സ്വർഗസ്ഥ പിതാവാണ് ഈ സന്ദേശം നമുക്ക് തരുന്നത്. ഇത് തരുവാനായി താൻ ഏൽപ്പിച്ചത് തന്റെ പുത്രനായ ക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ഭൂമിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്: ഞാൻ അയക്കപ്പെട്ടിട്ടാണ് വന്നത്. ഒരു വചനം നിങ്ങളോട് പറയുവാൻ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ വചനമാണ്
രാജത്വത്തിന്റെ സുവിശേഷം. ആ വചനം യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞതിന് ശേഷം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ സർവ്വലോകത്തിലും കടന്നുപോയി സ്വർഗരാജ്യ സുവിശേഷം അറിയിക്കണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടുക. അതിന്റെ അർത്ഥം നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം നിങ്ങളോടുകൂടെ താമസിക്കുവാൻ കടന്നു വരുന്നു. നിങ്ങൾ ഇനി സ്വകേന്ദ്രീകൃത ജീവിതം വിട്ട് മനസാന്തരപ്പെട്ട ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് മടങ്ങി വരിക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം ജീവിക്കാം. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം നമ്മളെ നിയമിച്ചത് കോപത്തിനല്ല. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്, നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്, മാർക്ക് ദിസ് വേർഡ്, നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് ഇതാണ് സുവിശേഷം. ദൈവത്തോട് കൂടെയുള്ള ജീവിതം, ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കാനത്രേ. എവിടെ നിന്ന്? പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനത്രേ ദൈവം നമ്മളെ നിയമിച്ചാക്കി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ. എങ്ങനെ ദൈവത്തിന്റെ മക്കളായി ദൈവത്തോടുകൂടെ ജീവിക്കാൻ ദൈവം നമ്മളെ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, ദൈവം വിളിക്കുന്നു സ്വർഗപിതാവ് വിളിക്കുന്നു യേശുവിലൂടെ തന്മകനാകാൻ ദൈവം വിളിക്കുന്നു സ്വർഗപിതാവ് വിളിക്കുന്നു. ഇതാണ് നമ്മളെ കേട്ടത്. ദൈവം നമ്മളെ നിയമിച്ച് നമ്മളെ വിളിച്ചത് കോപത്തിനല്ല, തന്നോടുകൂടെ ജീവിക്കാനാണ്. തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചുകൊണ്ട്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ആ ദൈവത്തോടുകൂടെ ജീവിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെയുള്ള മറ്റൊരു സദ്വാർത്തയാണ്, പ്രിയമകളെ നീ ഇവിടെ കട നടത്തുന്നു, ഓട്ടോറിക്ഷ ഓടിക്കുന്നു, പല പല ജോലികൾ ചെയ്യുന്നു, കൃഷിപ്പണികൾ ചെയ്യുന്നു, എല്ലാം നല്ല കാര്യം. അധ്വാനിച്ച് ജീവിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, ജോലി ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കാതിരിക്കട്ടെ. എന്നാൽ നിനക്കും എനിക്കും വേണ്ടി ഭൂമി ഒരുക്കിയിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് താൽക്കാലികമാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ശരീരം മരണത്താൽ പിടിപെടും. ഇവിടെ കൊണ്ട് അവസാനിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ തന്റെ മക്കളായി തന്റെ കുടുംബത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചു കഴിയുമ്പോൾ, ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ മക്കളായി ദൈവത്തോടുകൂടെ താമസിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ജോലിയാണ്, നാം ഈ ഭൂമിയുടെ രാജാക്കന്മാരായി തീരും. വിശുദ്ധ ബൈബിൾ അതിന്റെ ഏറ്റവും അവസാന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിന്റെ ഏറ്റവും അവസാന അധ്യായമാണ് വെളിപ്പാട് 22. അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാം എന്നേക്കും രാജാക്കന്മാർ. എന്റെ പ്രിയമകനെ, നീ റിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, നീ കട നടത്തുന്ന വ്യക്തിയായിരിക്കാം, നീ ഒരു തൂമ്പ പണിക്കാരനായിരിക്കാം, നീ ആര് തന്നെ ആയിക്കോട്ടെ, മരണം നിന്നെ പിടികൂടൂ. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ ജോലിയാണ് നീ ഭൂമിയുടെ രാജാവായി മാറുക എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ലൂക്കോസ് 12:32 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു മാനവജാതിയോട്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. എന്റെ പ്രിയമകളെ, ദൈവം ഒരു വലിയ സ്വപ്നത്തോടുകൂടിയാണ് എന്നെയും നിങ്ങളെയും ഉണ്ടാക്കിയത്. 31:26 ഇതാ ദൈവം ഇങ്ങനെ പറഞ്ഞു, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യരെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അതിന്റെ ഭൂമിയുടെ ഭരണമേറ്റെടുക്കുവാൻ ഭൂമിയുടെ രാജാക്കന്മാരായി തീരുമാനിച്ചുകൊണ്ടാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. നമ്മളോട് കൂടെ സ്വർഗത്തിലെ ദൈവം ഇതാ സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കി, 2 കെയർടേക്കേഴ്സിനെ ഉണ്ടാക്കി. ആ 2 കെയർടേക്കേഴ്സും ഇന്ന് മനോഹരമായി ഇതാ അവർ വാഴുന്നുണ്ട്. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ദൈവം ഉണ്ടാക്കി, ഭൂമിയെ വാഴുവാൻ മനുഷ്യനെയും. എന്നാൽ ഭൂമിയെ വാഴുവാനുണ്ടാക്കിയ മനുഷ്യൻ ദാരുണമായി പരാജയപ്പെട്ടു. അവനെ മരണം കീഴടക്കുകയാണ്. അവൻ 1, 2, 3 ക്ലാസുകൾ പഠിച്ച് ഇതാ അവൻ
പ്ലസ് 2 ഡിഗ്രി പാസ്സായി, IOTS പാസ്സായി, എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറി, ഇതാ കുറച്ച് കഷ്ണം പേപ്പറുകളോ സ്വയംഭരം പ്രിന്റ് ചെയ്തതോ മറ്റെന്തെങ്കിലും പ്രിന്റ് ചെയ്തതോ കറൻസി എന്ന പേരിൽ അവൻ സമ്പാദിച്ച്, അതുകൊണ്ട് അരിയും മേടിച്ച് വെള്ളം മേടിച്ച് ഇറച്ചിയും മേടിച്ച് വയറും നിറച്ച് കുറച്ചു ദിവസത്തിനുള്ളിൽ 3 കിലോ 4 കിലോ ആയ ശരീരം അവൻ 5, 6, 7, 10, 20, 30, 40, 60, 70, 80 കിലോ ആക്കി ഇതാ വലുതാക്കി അവൻ വട്ടപൂജ്യമായി അവൻ സമത്തേരിയിൽ അടങ്ങുന്നു. അവരെ മരണം പിടിക്കുന്നു. എന്നാൽ സൂര്യൻ ഇതുവരെയും മരണം പിടിച്ചിട്ടില്ല, ചന്ദ്രൻ ഇതുവരെയും മരണം പിടിച്ചിട്ടില്ല. തങ്ങളെ ഏൽപ്പിച്ച ജോലി ഇന്നുവരെയും വളരെ മാന്യമായി സൂര്യൻ ചെയ്യുന്നു, പകൽ വാഴുന്നു, ചന്ദ്രൻ ചെയ്യുന്നു, ചന്ദ്രൻ രാത്രി വാഴുന്നു. എന്നാൽ ഭൂമിയെ വാഴാനുണ്ടാക്കിയ മനുഷ്യൻ കാരണമായി പരാജയപ്പെട്ടു. എന്നാൽ 31-ാം അധ്യായത്തിൽ ഭൂമിയെ വാഴുവാൻ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയെങ്കിൽ 53-ാം അധ്യായത്തിൽ അവൻ ദൈവത്തോടുള്ള അനുസരണക്കേട് നിമിത്തം മരണത്താൽ പീഡിതമായി പരാജിതനായെങ്കിൽ ബൈബിളിന്റെ അവസാനിക്കുന്നത് ഒരു ജയത്തോടുകൂടെയാണ്. അതാണ് വെളിപ്പാട് 22-ന്റെ 5 ഇങ്ങനെ പറയുന്നത്, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകനെന്ന് വെളിപ്പാട് 25 പറയുമ്പോ 22-ന്റെ 5 പറയാണ് അവർ എന്നേക്കും രാജാക്കന്മാർ. എന്റെ പ്രിയമകളെ ഇന്ന് നീ കാർ ഓടിക്കുന്നു, റിക്ഷ ഓടിക്കുന്നു, കട നടത്തുന്നു, നാളെ ഈ ഭൂമിയെ വാഴുന്ന മരണമില്ലാത്ത രാജാവാ. ഇത് നിന്നെ മരണം പിടിക്കുന്നുവെങ്കിൽ പ്രിയ സഹോദര, വിശുദ്ധ ബൈബിൾ എത്രയോ സത്യമാണ്. നമുക്ക് മുമ്പ് അനേക താരങ്ങൾ ഇറങ്ങി കളിച്ച കളിക്കളമാണ് ഈ ഭൂമി. നമ്മുടെ പിതാക്കന്മാർ ഇവിടെ ഇറങ്ങി, ദൈവം ഇവിടെ ഇറങ്ങി. പക്ഷെ അവർക്കെല്ലാം എന്ത് സംഭവിച്ചു? അവരെല്ലാം മരണത്തിൽ പിടികൂടി. ഈ ഭൂമിയിൽ അവരെന്തെല്ലാം ഉണ്ടാക്കിയോ ഒന്നും നേടാൻ കഴിയാതെ അവർ മടങ്ങിയെങ്കിൽ പ്രിയ മകനെ, അങ്ങനെ ഒന്നും നേടാൻ കഴിയാതെ മടങ്ങേണ്ട. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, മത്തായി 13:44, ദൈവരാജ്യ സുവിശേഷം അല്ലെങ്കിൽ സ്വർഗരാജ്യ സുവിശേഷം വയലിൽ ലോകത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധിയാണ്. ഈ ദൈവിക സന്ദേശം കണ്ടറിഞ്ഞുകൊണ്ട് ഈ വയൽ നേടാൻ വേണ്ടി ഓടാതെ ആ വയൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി നേടാൻ വേണ്ടി ഓടുവാൻ പ്രിയ മകളെ ഇതാ നിങ്ങളോട് സൃഷ്ടാവായ ദൈവം ആലോചന പറയുകയാണ്. അതുകൊണ്ട് ഈ വലതൂർ ദേശനിവാസികളോട് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ദൈവ കുടുംബത്തിലെ ജീവിതവും ദൈവത്തിന്റെ മക്കളായി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ദൈവത്തിന്റെ അവകാശികളെ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി ജീവിച്ച് ഈ ഭൂമിയുടെ മരണം ഏറ്റെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം മരണമില്ലാത്തവരായി നിങ്ങളെ ക്ഷണിക്കുന്നു. ഇനിയെ ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും കുടുങ്ങി കിടക്കാതെ, ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത നിങ്ങളെ പോലെ മരണമില്ലാത്ത അത്യുന്നതരായ ദൈവം യേശു ക്രിസ്തുവിന്റെ പിതാവ് യേശു ക്രിസ്തുവിനോട് നമ്മൾ വിളിക്കുമ്പോൾ ആ വിളി കണ്ടില്ല കേട്ടില്ല എന്നടിക്കാതെ ഇതാപ്പാ ഞാൻ വരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുവെങ്കിൽ നമുക്കുള്ള അടുത്ത സത്വാർത്ത ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ തീരുമാനം നല്ലതാ. ആ ദൈവത്തോടുകൂടെ ജീവിക്കാൻ മനസ്സ് അന്തരം വരുത്തിയാൽ ഇതാ പ്രിയമകനെ, ഇതാ നിനക്കുള്ള അടുത്ത സത്വാർത്ത എന്താണെന്നറിയാമോ? ഒരുവനും ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയുകയില്ല. കാരണം പാപം നിറഞ്ഞ മനുഷ്യരെ ദൈവത്തിന്റെ നീതിമാനായ ദൈവത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഉൽപ്പത്തിയിലെ പുറത്താക്കിയാണ്. തിരിച്ച് കയറാതിരിപ്പാൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളമായി കെരൂബിനെ നിർത്തിയ സ്വർഗത്തിലെ ദൈവം ഇതാ അങ്ങോട്ടേക്ക് നമ്മളെ തിരിച്ച് ക്ഷണിക്കുകയാണ്. എന്നാൽ ദൈവങ്ങളെ എനിക്ക് നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റാതെ ഇരിക്കുമ്പോ ആ വാളിന്റെ വെട്ട്, ദൈവകോപത്തിന്റെ വാളിന്റെ വെട്ട്, പാപം ചെയ്യുന്ന ദേഹി മരിക്കാമെന്നുള്ള ആ വാളിന്റെ വെട്ട് നിർത്തുവാത്തൊക്കെ വേണം. സ്വർഗത്തിലെ ദൈവം തന്റെ ഒരേ ഒരു മകനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക്, വചനമെന്ന വേറുള്ള ക്രിസ്തുവിനെ വചനം മാംസമായി യേശുവായി ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആ ദൂതന്റെ വെട്ടേക്കുവാൻ തക്ക വേണ്ട, ആ മരണത്തിന്റെ വെട്ടേക്കുവാൻ തക്ക വേണ്ട. പ്രിയ സഹോദര, ആ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് യേശുവായി മനുഷ്യനായി അയച്ചു. ആ ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന പാപത്തിന്റെ ശമ്പളമായ ആ മരണം നമുക്ക് പകരമായി ക്രിസ്തു ഏറ്റെടുത്തു. പ്രിയമകനെ, നിനക്ക് സ്വർഗീയ പിതാവിനോടുകൂടി ജീവിക്കാൻ താല്പര്യമുണ്ട്. ദൈവത്തിന്റെ മകനായ നല്ല കാര്യമാണ്. പക്ഷെ ആ തീരുമാനം കൊണ്ട് മാത്രം അവിടെ എത്താൻ കഴിയത്തില്ല. കാരണം പാപത്തോട് ദൈവം അടുക്കുകയില്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ മതമോ നമ്മുടെ കളറോ നമ്മുടെ പണമോ ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ പാപമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അത് ദൈവിക നിയമമാണ്. ഇതാ നമ്മളെ പാപത്തിൽ വിടുവിപ്പാൻ, ആ മരണത്തിന്റെ വെട്ടേക്കുവാൻ, തന്റെ പുത്രനെ യാഗമാക്കുവാൻ സ്വർഗസ്ഥ പിതാവ് തീരുമാനിച്ചു. ആ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു.
പുത്രൻ 3.5 വർഷം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് അറിയിച്ചു. അതിന്റെ ഒടുക്കം ആ പദ്ധതിയിൽ ഞാനും നിങ്ങൾ എത്തിച്ചേരുവാൻ, ദൈവത്തോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് ഞാനും നിങ്ങൾ എത്തിച്ചേരുവാൻ തടസ്സമായിരിക്കുന്ന പാപത്തിന് പരിഹാരമായി പുത്രൻ കാൽവരി ക്രൂശിൽ ഇരിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി. പ്രിയമകനെ, സത്വാർത്തയുടെ ഉള്ളിലെ സത്വാർത്തയല്ല ഇത്. ദൈവത്തോടുകൂടി ജീവിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പാവം തടസ്സമായിരിക്കുമ്പോൾ ആ പാപത്തിന് പരിഹാരം തരുന്ന സത്വാർത്തയിലോ കാൽവരി ക്രൂശിലെ യാഗം. ആ യേശു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടി അത് വിശ്വസിച്ചുകൊണ്ട് ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ആ യേശുവിനെ അനുഗമിച്ച് അനുസരിക്കാൻ പ്രിയ മകനെ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ യേശു പറഞ്ഞ വാക്കുക, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ എല്ലാവരും ആരും പിതാവിന്റെ അടുക്കിലെത്തുന്നില്ല. ആ പിതാവിന്റെ അടുക്കിലെത്തി പിതാവിനോടുകൂടിയുള്ള ജീവിതമാണ്, ക്രിസ്തുവിനുള്ള ജീവിതമാണ് സുവിശേഷം യേശു 3.5 വർഷം പ്രസംഗിച്ചത്. എന്നാൽ അതിലേക്കുള്ള വഴിയാണ് യേശു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഒരുക്കിയത്. അതുകൊണ്ട് പ്രിയ മകളെ, എന്റെയും നിങ്ങളുടെയും പാപത്തിൽ രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിരയിൽ മനുഷ്യരുടെയിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും സ്വർഗസ്ഥ പിതാവ് നൽകിയിട്ടില്ല, തന്റെ പുത്രനായ ക്രിസ്തു എന്ന നാമമല്ലാതെ. അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ രക്ഷകനെ കർത്താവായി ഏറ്റുപറഞ്ഞാൽ ആ യേശുവിന്റെ പേരിൽ എനിക്ക് നിങ്ങൾക്ക് സ്വർഗമണ്ഡലത്തിലേക്ക് പിതാവോടുകൂടി ജീവിക്കാൻ കഴിയുമെന്ന സത്വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. മാത്രമല്ല, ഈ ഭൂമിയുടെ രാജാക്കന്മാരായ 31:26 സ്വർഗീയ പിതാവ് എന്ത് തീരുമാനിച്ചു അത് നിങ്ങൾക്ക് തരുവാൻ തയ്യാറാണെന്നാണ് ലൂക്കോസ് 12:32 യേശു ക്രിസ്തു പറയുന്നത്. ചെറിയാറ്റക്കടുവേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ 31:26 ഇന്ന് എന്റെ അപ്പന്റെ മനസ്സിലുണ്ട്. കിങ്ഡം നിങ്ങൾക്ക് തരുവാ എന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന രാജ്യത്തെ സുവിശേഷ സന്ദേശം പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതാ ആരെങ്കിലും ഈ പിതാവോടുകൂടെ ജീവിക്കാനുള്ള ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് ഇതാ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഇൻവിറ്റേഷൻ ഞങ്ങളല്ല നിങ്ങൾക്ക് തരുന്നത്, ഞങ്ങളിലൂടെ ക്രിസ്തുവാണ് നിങ്ങൾക്ക് തരുന്നത്, അല്ല ഞങ്ങളിലൂടെ സ്വർഗീയ പിതാവാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവെ അനുഗമിച്ചുകൊണ്ട് ആ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ തക്കവണ്ണം ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ്. അവസാനമായി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ മനുഷ്യരെ രക്ഷിച്ച് സ്വർഗീയ പിതാവിനോട് കൂടി ആക്കുവാൻ തക്കവണ്ണം ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ. അതുകൊണ്ട് അവന്റെ നാമം വിളിച്ചഭിഷേകിത ഏവരും പാപത്തിൽ നിന്ന് മരണത്തിൽ രക്ഷ പ്രാപിക്കുമെന്ന സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. യേശുവെ കർത്താവായി ഏറ്റുപറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവായി ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവെ അനുഗമിച്ച് അനുസരിപ്പാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇതാ ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് കടന്നു പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഈ രാജ്യത്തെ സുവിശേഷം ഇത് പെട്ടെന്ന് മറന്നുപോകും. കാരണം അങ്ങനെയാണ് ഈ ലോകത്തിന്റെ ഡിസൈൻ. എന്നാൽ ഇത് മറക്കാതിരിക്കാൻ ഞങ്ങൾ നിങ്ങളോട് എന്താണോ പറഞ്ഞത് അത് ആ നോട്ടീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ 2 നോട്ടീസുകൾ നിങ്ങളെ തന്നിട്ടുണ്ട്. അതിലൊന്നിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു നോട്ടീസും കൂടെ തന്നിട്ടുണ്ട്. എറണാകുളം പൂക്കാട്ട് പഠിക്കരുത് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. കഴിഞ്ഞ 22 വർഷത്തിലധികമായി സ്വർഗത്തിലെ ദൈവം എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ദൈവരാജ്യ സുവിശേഷ വാചക ധ്യാനം അവിടെ നടക്കുന്നുണ്ട്. ആ ധ്യാനത്തിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന നോട്ടീസാണത്. ഇതിനെക്കുറിച്ച് കൂടുതലറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറുകൾ താഴെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഈ ലോകത്ത് എല്ലാത്തിലും തളർന്ന് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, രോഗം തളർന്ന് ഞാനിത് തള്ളപ്പെട്ട ഒരു വ്യക്തിയാണ്. മാത്രമല്ല വചനം പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്ക് ഇത് കൂടുതൽ ദൈവിക തേജസ്സോടുകൂടി ഭാവിയിൽ എനിക്ക് ജീവിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് ചിന്തിക്കുന്ന ഏവർക്കും ആ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരാവുന്നതാണ്. അടുത്ത ധ്യാനം നവംബർ 3 ആദ്യ തിങ്കളാഴ്ചയാണ്. നിങ്ങളെ ഹാർദവമായി ഈ മർദ്ദൂർ നിവാസികളെ മാത്രമല്ല ഈ ശബ്ദ കാഴ്ചവകയിൽ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യാൻ നിങ്ങൾ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമയമാണ്. മരണം നമ്മളെ കീഴടക്കുന്നതിന് മുമ്പ് മരണത്തെ കീഴടക്കാനുള്ള ഒരു അവസരമാണ് എന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. മരണം നമ്മളെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് മരണത്തെ ടെർമിനേറ്റ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സന്ദേശം, ഈ അവസരം നഷ്ടമാക്കരുത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒരുക്കുന്ന ഭാവി ഇതാ നമ്മൾ സമ്പാദിച്ച് മരണത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയിൽ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിച്ച് അനുസരിച്ച് നിത്യം ഭൂമിയുടെ രാജാക്കന്മാരായി ദൈവത്തോട് ഉറച്ചിരിപ്പ്, ദൈവത്തിന്റെ അവകാശികളെ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി
സാക്ഷിത്വ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. വരദൂർ ദേശം ഈ സന്ദേശം കേട്ടിരിക്കുന്നു. ഇത് സാക്ഷ്യമായി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ഓൺലൈനിലുള്ള നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇതാ നിങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ വരദൂർ ദേശത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ സ്വന്തം കാഴ്ച പരിധിയിലുള്ളവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ നല്ല പിതാവേ, വരം ലഭിച്ചവർക്ക് മാത്രം കൊടുക്കുന്ന ഈ മഞ്ഞ ഈ വരദൂർ ദേശ നിവാസിത്വം കൊടുത്തതിനായി നന്ദിയോടെ സ്തോത്രം. ഇവരെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. ഈ നടത്തുന്ന സ്ഥാപനങ്ങളെ, എല്ലാ കടക്കാരെയും, ഇവരുടെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കൃഷികളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ വ്യക്തിത്വം അനുഗ്രഹമാകട്ടെ. ഈ അനുഗ്രഹം ഭൗതിക മണ്ഡലത്തിൽ മാത്രമല്ല, അങ്ങയോടുകൂടെ ജീവിക്കുവാനുള്ള ഈ സുവിശേഷ സന്ദേശത്തിലേക്ക് ഇവർ എത്തിച്ചേരുക. ഈ ഭൂമിയിൽ രാജാക്കന്മാരായി മക്കൾ തീരുക. ഇവരെ ഏവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മാത്രമല്ല ഞങ്ങളുടെ പിതാവിനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ കടന്നു പോകുന്നു. സർവ്വമഹത്വ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ദേശവാസികളോട് ഓൺലൈനിൽ ശ്രമിക്കുന്ന ഏവരോട് താങ്ക് യു, നന്ദി, നമസ്കാരം. നിങ്ങൾ കൃത്യം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ.